നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. കലാചാരുതയുടെ വിസ്മയമായി ഗന്ധർവൻ കളമെഴുത്തും പാട്ടും. അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂൾ മൈതാനം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മധുരയിലെ പാർട്ടി കോൺഗ്രസ് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടണമെന്ന് കോൺഗ്രസ്. മാള ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. പിറവത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ നീന്തൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കലാചാരുതയുടെ വിസ്മയമായി ഗന്ധർവൻ കളമെഴുത്തും പാട്ടും. ഉദയംപേരൂർ പട്ടവനക്കാവ് ശ്രീ യക്ഷി ഗന്ധർവസ്വാമി ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി ജ്യോത്സ്യൻ കൂടിയായ അനിൽകുമാർ ഉദയംപേരൂരിന്റെ നേതൃത്വത്തിലാണ് കളമെഴുത്തും പാട്ടും നടന്നത്. പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച പന്തലിൽ തറ തയ്യാറാക്കി കരിപ്പൊടി വിതറിയ ശേഷമാണ് പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് യക്ഷി സമേതനായി പച്ചക്കുതിരയുടെ പുറത്തേറി മാമാങ്കത്തിന് പോകുന്ന രൂപം തയ്യാറാക്കിയത്. പഞ്ചവർണ്ണപ്പൊടികൾക്ക് പുറമെ സിന്ദൂരം, ഗിൽറ്റുകൾ, ഗ്ലിറ്റർ എന്നിവയും ഉപയോഗിച്ചാണ് വലിയ പന്തലിൽ കളം തയ്യാറാക്കിയത്. പല ആകൃതികളിൽ തയ്യാറാക്കുന്ന കുരുത്തോലകൾ ഉപയോഗിച്ച് 6 മണിക്കൂറിലധികം സമയം കൊണ്ടാണ് 5 പേർ ചേർന്ന് കളം വരച്ചത്. ആചാരപ്രകാരം രാവിലെ ഭസ്മക്കളവും ശിവപൂജ എല്ലാം ഇതിന്റെ മുന്നോടിയായി നടന്നു. ഉടുക്കുകൊട്ടി ഗന്ധർവനെയും യക്ഷിയെയും സ്തുതിക്കുന്ന പാട്ടുകളാണ് കളമെഴുത്തും പാട്ടിൽ ഉണ്ടായിരുന്നത്. രാത്രി ആരംഭിച്ച ചടങ്ങുകൾ പുലർച്ചെയാണ് സമാപിച്ചത്. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ മൈതാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. ഒരു വിദ്യാലയത്തിന് ഏറെ അനിവാര്യമാണ് മൈതാനമെന്ന് MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂൾ മൈതാനം നിർമ്മിച്ചത്. നിരവധി സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. പരിപാടിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA സോളമൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ PN നാദിഷ, സ്കൂൾ സൂപ്രണ്ട് TP കുര്യാക്കോസ്, സ്കൂൾ അധ്യാപകൻ, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മധുരയിലെ പാർട്ടി കോൺഗ്രസ് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടണമെന്ന് കോൺഗ്രസ്. മാസപ്പടി കേസിൽ SFIO വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികത ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. മണ്ഡലം പ്രസിഡന്റ് ജോളിമോൻ ചൂണ്ടയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AB പൊങ്ങണത്തിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP എബ്രഹാം, നേതാക്കളായ OA ജോർജ്, ബിനോ കെ ചെറിയാൻ, OV ബാബു, KV ജോയി, അജി PS, സന്തോഷ് പഞ്ചക്കാട്ട്, MP ജോൺസൺ, VV ഐസക്, ബേസിൽ കണ്ടോത്ത് എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ മാള ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരള മിഷന്റെ ഭാഗമായി മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പ്രഖ്യാപനവും ബ്ലോക്ക് കോമ്പൗണ്ടിൽ പുതുതായി സ്ഥാപിച്ച മോട്ടറൈസ്ഡ് കമ്പോസ്റ്റ് ടംബ്ലറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹരിത ഓഫീസായി പ്രഖ്യാപിക്കുന്ന സാക്ഷ്യപത്രം ചടങ്ങിൽ വെച്ച് നവകേരളം റിസോഴ്സ് പേഴ്സൺ അനില ബ്ലോക്ക് പ്രസിഡന്റിന് കൈമാറി. ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ്, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, ജില്ലാ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ മുഹമ്മദ് അനസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ആശംസകൾ പറഞ്ഞു. ബ്ലോക്ക് തലത്തിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് മികവാർന്ന പ്രവർത്തനം നടത്തിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും യോഗത്തിൽ ആദരിച്ചു. ഏറ്റവും മികച്ച ഹരിത ഗ്രാമപഞ്ചായത്തായി കുഴൂർ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ സ്വാഗതവും സെക്രട്ടറി അനി P ചാലിൽ നന്ദിയും പറഞ്ഞു. പിറവം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ നീന്തൽ പരിശീലനം ജലമുഖി പദ്ധതി പൂർത്തിയായി. പിറവം കക്കാട് അക്വാട്ടിക് ക്ലബിൽ 75 പേർ പരിശീലനം നേടി. പദ്ധതിയുടെ ഭാഗമായി പരിശീലനം ലഭിച്ചവർക്ക് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം.